പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഞാൻ എൻ്റെ ചെറുപ്പം മുതൽ യൗസപിതാവിനെ കണ്ടു വളർന്നതാണ്. എൻ്റെ ഇടവക പള്ളി വിശുദ്ധ യൗസപിതാവിന്റെ നാമധേയത്തിലാണ്. എൻ്റെ ചെറുപ്പത്തിലെ എൻ്റെ ഇടവക പള്ളിയിൽ അകലിൽ നിന്നും അച്ഛന്മാർ വന്ന് വിശുദ്ധ കുർബാന അർപ്പിക്കും. അവിടെ അച്ഛന്മാർ ഇരിക്കുന്നില്ല, സിസ്റ്റേഴ്സ് ഇല്ല, കോൺവെന്റ് ഇല്ല. അപ്പോൾ പള്ളിക്കുള്ള പൂക്കളൊക്കെ അമ്മയാണ്. എൻ്റെ വീട്ടിൽ അമ്മ ഉണ്ടാക്കിയ അല്ലെങ്കിൽ രൂപപ്പെടുത്തിയ പൊതുവട്ടത്തിൽ നിന്ന് പറിച്ചെടുത്ത പൂക്കളാണ് പള്ളിയിൽ കൊണ്ടുവന്ന് എല്ലാ ദിവസവും വയ്ക്കുന്നത്. ആ പൂക്കൾ പറിച്ചെടുത്ത് ഒരു ചരട് കൊണ്ട് കെട്ടിയിട്ട് അമ്മ എൻ്റെ കയ്യിൽ തരും. ഞാൻ ആ പൂക്കൾ മുറുകെ പിടിക്കും. എന്നിട്ട് എൻ്റെ ഇടത് കൈ അമ്മയുടെ വലത് കൈയിൽ പിടിച്ച് അമ്മ പള്ളിയിലോട്ട് ഓടും. എന്നിട്ട് യൗസപിതാവിന് മുമ്പിൽ എത്തുമ്പോൾ അമ്മ പറയും, ഈ പൂക്കളിൽ കുറച്ചെടുത്ത് യൗസപിതാവിന്റെ മുൻപിൽ വെക്കുക, പ്രാർത്ഥിക്കുക. അതിൽ ബാക്കിയുള്ള അല്ലെങ്കിൽ മുഖാഭാഗവും പൂക്കളെടുത്ത് അൽത്താരയിൽ എടുത്തുകൊണ്ട് വെക്കുക. അൽത്താരയിൽ അവിടെ ഫ്ലവർ കേസ് ഉണ്ടാവും, അതിലേക്ക് എടുത്തു വെച്ച് അൽത്താര മേശയുടെ അരികിൽ ആ പൂക്കൾ വെക്കും. സ്നേഹമുള്ളവരെ, യൗസപിതാവിന്റെ കയ്യിലും പൂക്കളുണ്ട്. കുഞ്ഞുമക്കളോട് പറയണം, നിങ്ങൾ പൂക്കളുമായി വരണം. ചിലപ്പോൾ വീട്ടിൽ ഒറിജിനൽ പൂക്കൾ ഇല്ലെങ്കിൽ തന്നെയും ഉള്ളിൻ്റെ ഉള്ളിൽ ഹൃദയത്തിൽ നിന്ന് പൂക്കൾ ഈ വിശുദ്ധരുടെ അരികിൽ ഒന്ന് പ്രാർത്ഥിക്കാൻ പറയണം. അത് അമ്മമാര് കാണിച്ചു കൊടുക്കണം. കാണിച്ചു കൊടുക്കണമെങ്കിൽ നേരത്തോടെ വരണം പള്ളിയിൽ. കുർബാന തുടങ്ങി കഴിഞ്ഞാൽ പറ്റത്തില്ല. കുർബാന കഴിഞ്ഞാലും വിശുദ്ധ യൗസപിതാവ് മാത്രമല്ല, നമ്മുടെ ഇടവക മധ്യസ്ഥൻ ആരാണോ പരിശുദ്ധാമ്മയുടെ അരികിൽ വന്നും കുട്ടികൾ ചേർത്ത് നിർത്തി പഠിപ്പിക്കണം. അവരുടെ കൈകളിൽ നിന്നുള്ള റോസാ പുഷ്പങ്ങൾ അവിടെ അവർക്ക് മുമ്പിൽ സമർപ്പിക്കണം, പറഞ്ഞു കൊടുക്കണം. കരുവന്നൂര് ഒരു ലിസി ചേച്ചിയുണ്ട്. ആ ലിസി ചേച്ചി പറയാ, അച്ഛാ ഞാൻ ഇന്നലെ 2 റോസാ പുഷ്പം സമർപ്പിച്ചു. എന്നിട്ടാ 2 ദുഃഖങ്ങൾ സമർപ്പിച്ചു, 2 വേദനകൾ സമർപ്പിച്ചു. നിന്റെയും വേദനകളും നൊമ്പരങ്ങളും ഒക്കെ ഈ പുഷ്പമായി യൗസപിതാവിന്റെ മുമ്പിൽ സമർപ്പിക്കുകയും കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം, സമർപ്പിക്കുകയും. അപ്പോൾ നിന്റെ കുടുംബവും ഒരു റോസാ പുഷ്പം പോലെ, ലില്ലി പുഷ്പം പോലെ നറുമണം പടർത്തുന്നതാകട്ടെ. അതാ തിരുക്കുടുംബം. ആമേൻ.